നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കോഴിക്കോട് വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്ക് ഉയർന്ന വിമാന നിരക്ക് നൽകേണ്ടി വരുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള മുസ്ലിങ്ങൾക്ക് മതപരമായ കടമ നിർവഹിക്കാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഉയർന്ന വിമാന നിരക്ക് ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് ഈടാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഹജ്ജിന് പോകാൻ സാമ്പത്തികമായി പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 6 പേരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. കൊച്ചി, കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങൾ വഴി ഹജ്ജിന് പോകുന്നവരേക്കാൾ 40,000-ഓളം രൂപ അധികമായി തങ്ങൾക്ക് നൽകേണ്ടി വരുന്നതാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജിദ്ദയിലേക്ക് ഈ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒരേ ദൂരമാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് ഏകപക്ഷീയമായും വിവേചനപരമായ വിമാന യാത്രാ നിരക്ക് ഈടാക്കുന്നത് ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഇത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണമാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. രാജ്യസഭാ അംഗവും അഭിഭാഷകനുമായ ഹാരിസ് പീരാൻ മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്ക് ഉയർന്ന വിമാന നിരക്ക് നൽകേണ്ടി വരുന്നുവെന്ന ആരോപണം നേരത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ശരിവച്ചിരുന്നു. വിമാനത്താവളത്തിന്റെ ഭൂമിശാസ്ത്രമായ പരിമിതികൾ, കോഴിക്കോട് വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കുറയുന്നത് എന്നിവ കാരണമാണ് യാത്രാനിരക്ക് വർദ്ധിക്കുന്നത് എന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പ് സെക്രട്ടറി അറിയിച്ചിരുന്നു. കണ്ണൂർ, കൊച്ചി എന്നീ വിമാനത്താവളങ്ങൾ വഴി ഹജ്ജിന് പോകുന്നവർ നൽകേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ വിമാനയാത്രാ നിരക്ക് കോഴിക്കോട് വഴി പോകുന്നവർക്ക് നൽകേണ്ടി വരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭാ അംഗം ഹാരിസ് പീരാൻ നൽകിയ കത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പ് സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്.